നമസ്കാരം. പള്ളിക്കുന്ന് RC UP സ്കൂളിലെ ആനുവൽ ഡേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഒരു കൊച്ചവടുണ്ട്, ഇസക്കുട്ടി. ഇസക്കുട്ടി ഹായ്. ഇസക്കുട്ടിക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ ടീച്ചേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഇതാ ഇന്ന് മോളൂസിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കണ്ടാലോ? വരൂ ഗൈസ്. അങ്ങനെ മോളൂസ് ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ സ്വത്തുമോള് കഴിഞ്ഞപ്പോൾ മോള് വന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോയി. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ പറയുന്ന കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ സ്കൂളിലേക്ക്. പിന്നെ പോരാഞ്ഞിട്ട് മോള് സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്കൂളാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഇന്ന് മോളെ സ്കൂളിലെ ആനുവൽ ഡേ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പോയിട്ട് മോളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ മോള് പഠിക്കണ പള്ളിക്കുന്ന് സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ പള്ളിക്കുന്നത്തെ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. പള്ളിക്കുന്ന് പെരുന്നാളും കുറച്ച് വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതാ ഞാനും സ്വത്തുമോളുമാണ് കേട്ടോ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മണിക്ക് അവർ പരിപാടി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മോള് പോയി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിതാ പള്ളിക്കുന്നിലേക്ക് എത്തി. ഇവിടെയാണ് പള്ളിക്കുന്ന് പെരുന്നാളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ RC UP സ്കൂള്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് തന്നെയാണ് കേട്ടോ ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരുന്നത്. അപ്പോൾ മോൾ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പം നമ്മളിവിടെ എത്തി ഗൈസ്. അപ്പം മക്കളൊക്കെ ഇതാ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങാനാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ മോളെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ താഴെയാണ് കേട്ടോ മോളെ ക്ലാസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് മോളെ കണ്ടിട്ട് തിരിഞ്ഞതേ ഇല്ല, മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇപ്പോഴാണ് കേട്ടോ ആളെ മനസ്സിലായത്. അപ്പം മേക്കപ്പും കാര്യങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റണില്ല. എല്ലാവരും ഒരുപോലെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, സുന്ദരി കുട്ടികളായിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പം ഇതാണ് കേട്ടോ ബോയ്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പം മേക്കപ്പ് ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം മോളൂസ് കണ്ണെഴുതാനും കൂടി നിൽക്കുകയാണ്. മോളെ മുഖം ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. ഞങ്ങൾ മെല്ലെ സ്റ്റേജിലേക്ക് പോയി. അവർ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ആ റൂമിൽ തന്നെ അങ്ങനെ ഇരുത്തുട്ടോ. പരിപാടിക്ക് മാത്രമേ പുറത്തേക്ക് ഇറക്കി വിടുള്ളൂ അവരെ. അങ്ങനെ ഇതാ സ്റ്റേജിൽ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. കുറച്ച് നേരം നമ്മൾ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മോൾക്ക് അവിടെ ഒരു ചേട്ടന് കുറച്ച് ബലൂൺ ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബലൂണും കൊടുത്തു കേട്ടോ മോളെ. അങ്ങനെ ഇതാ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ വെൽക്കം ഡാൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മോളൂസ് ഇടയിൽ കൂടെ കരഞ്ഞ് വന്നത്. എന്നെയും സ്വത്തുമോളെയും കണ്ടതിന് ശേഷം ഭയങ്കര കരച്ചിലാണ്, ഇരിക്കണില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ടീച്ചർ ഓളെയും കൂട്ടിയിട്ട് വന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താക്കി ഓളെ കൂടെ അവളെ ക്ലാസ്സിൽ പോയിരുന്നു. മറ്റു പരിപാടിയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഇവളെ കരച്ചിലും കൊണ്ട്. പിന്നെ ഇവളെ പരിപാടിയും അതുപോലെ തന്നെ ഒരു 1-2 പരിപാടിയും കൂടി ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുവിധം ഓളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ മെല്ലെ എന്താക്കി പുറത്തോട്ടേക്ക് ഇറക്കി നിർത്തി കേട്ടോ. സ്റ്റേജിൻ്റെ ആ ഭാഗത്തേക്ക് ഇവരെന്തായാലും കൊണ്ടുപോകൽ നടക്കില്ല. കാരണം മേക്കപ്പും കാര്യങ്ങളൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു 4-5 വട്ടെങ്കിലും മോളൂസിന് മേക്കപ്പ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. കരഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് പോയിട്ടും കൺമഷി പോയിട്ടും അങ്ങനെ അത്യാവശ്യമുള്ള മേക്കപ്പൊക്കെ ചെയ്തെടുത്തു. അപ്പം എന്തൊക്കെയാ എല്ലാ മക്കളും ഉറക്കം വരാൻ തുടങ്ങി, അതുപോലെ തന്നെ കരയാൻ തുടങ്ങി. അപ്പം എന്തൊക്കെയാ അവരെ വരാന്തയിലേക്ക് നിർത്തിയിട്ടോ. അപ്പോൾ മറ്റു കുട്ടികൾ കളിക്കുന്ന ഡാൻസിൻ്റെ പാട്ട് കേട്ടിട്ട് ഇവർ വെറുതെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ എല്ലാ മക്കളും. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാവരും മാറ്റി ഒരുക്കി കാണാനൊക്കെ. അപ്പോൾ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു. അപ്പോഴത്തേക്ക് ഇതാ ചെറിയ മോള് ബാക്കിയുള്ള കുട്ടികളോടൊക്കെ കൂടി കമ്പനിയായി. അപ്പോൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച്, പിന്നെ അവർ കൊടുത്ത ബലൂണും കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇവർ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവർ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇവർ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവർ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡാൻസൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ കളിച്ചു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെ ഡാൻസൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ നല്ല ഭംഗിയിൽ എല്ലാ മക്കളും കളിച്ചു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്താക്കാം യൂട്യൂബ് ചാനലിൽ ഇടാം. നിങ്ങളെല്ലാവരും കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ.
അങ്ങനെ ഇതാ അടുത്തത് മോളെ ക്ലാസ് പഠിക്കണ ബോയ്സിൻ്റെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു 1-2 ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അത്യാവശ്യം നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 5-5:30 വരെ ഉണ്ടായിരുന്നു പരിപാടി. പക്ഷേ ചെറിയ മക്കളെ പരിപാടി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം മോള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുൾ പരിപാടിയൊന്നും കാണാൻ പറ്റിയില്ല, എടുക്കാനും പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യം കണ്ടതും എടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻസിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം കാണാൻ അടിപൊളിയായിരുന്നു, നല്ലോണം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്.